ജന്മദിനങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്. ചിലർ ആഘോഷിക്കും, ചിലർ ആഘോഷിക്കില്ല, അങ്ങനെയൊക്കെയാണുള്ളത്. പക്ഷെ സിനിമാ രംഗത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സിനിമാ രംഗത്ത് ഏറ്റവും പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് ഇത്തരം ആഘോഷങ്ങൾക്ക്. അങ്ങനെ സിനിമാക്കാർ തന്നെ നേരിട്ട് പറയാതെ തൻ്റെ സഹപ്രവർത്തകരോട് പറയും, തൻ്റെ ജന്മദിനമാണ് അല്ലെങ്കിൽ തങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്നൊക്കെ പറഞ്ഞ് ആഘോഷങ്ങൾക്ക് ഒരുക്ക് കൂട്ടാറുണ്ട് പലപ്പോഴും. ഇവിടെ മോഹൻലാലിൻ്റെ 65ാമത്തെ ജന്മദിനമാണ് നാളെ. ആ നാളെ ദിവസത്തിലും തുടരും എന്നുള്ള സിനിമ ബമ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷത്തെ ബർത്ത്ഡേ ആഘോഷവും പുതിയ ബർത്ത്ഡേ ആഘോഷവും പുതിയ സിനിമയും, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിൻ്റെ സിനിമകൾ തന്നെ ആഘോഷമാണ്. അതിനോടൊപ്പം പിറന്നാൾ കൂടി വരുമ്പോഴോ ഇരട്ടി മധുരമെന്ന് പറയുന്നത് പോലെയാണ്. സാധാരണ ഞങ്ങളൊക്കെ മുമ്പ് വലിയ ആഘോഷമായില്ലെങ്കിലും മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് സെറ്റുകളിലാണ്. അതിന് പാർട്ടി, വൈകിട്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ അവസാനം സ്മോൾ ആണല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആഘോഷിച്ചിരുന്നു. അത് ചില കാലങ്ങളിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. ഇപ്പോൾ ഒരു റൂമിൽ മാത്രമോ ഒരു ഹോട്ടലിൽ മാത്രമോ ഒതുക്കി നിർത്തല്ല, ഫാൻസ് ഇങ്ങനെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ജില്ലകൾ തോറും താലൂക്കുകൾ തോറും പ്രാദേശികമായ ഗ്രൂപ്പുകൾ പോലും അവരേറ്റെടുത്തുകൊണ്ട് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ, ജന്മദിനം ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു. ഈ വരുന്ന 21-ാം തീയതി 65ാമത്തെ ജന്മദിനമാണ്. നിങ്ങൾ ഞെട്ടണ്ട, ഞെട്ടുന്നതിൻ്റെ കാരണവും മനസ്സിലായി. ഈ 65ാമത്തെ വയസ്സിലുമാണോ തുടരുമെന്ന സിനിമയിൽ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ചാടിക്കിടക്കുന്ന രംഗം അതെങ്ങനെ ഒറിജിനലായിട്ട് ചെയ്താണോ ഡൂപ്പാണോ എന്ന് ചോദിച്ചവരുണ്ട്. ഡൂപ്പല്ല, അല്ല, സാക്ഷാൽ മോഹൻലാൽ ഈ 65ാമത്തെ വയസ്സിലും മതിൽ ഒറിജിനൽ ചാടി വരുന്നതാണ്. അപ്പം ഞെട്ടുമല്ലേ? ഇത് മോഹൻലാൽ മാത്രം കഴിയാവുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിച്ച ഒരു തെറ്റുമില്ല. മോഹൻലാൽ എപ്പോഴും കൂട്ടത്തിൽ ചേരുന്നവനാണ്. അപ്പോൾ ഈ 65 വയസ്സിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഈ തുടരുവി തന്നെ ഡൂപ്പിനെ കൊണ്ട് ചെയ്യിക്കാമായിരുന്നു. ഇതിനേക്കാൾ ദുർഘടം പിടിച്ച റോളുകളിൽ ഡൂപ്പിടാൻ മോഹൻലാൽ സമ്മതിക്കില്ല. മോഹൻലാലിൻ്റെ ഒരു വാശി ഞാൻ കണ്ടത് നരൻ ചിത്രീകരണ സമയത്താണ്. ഇവിടെയല്ല, നമ്മുടെ വീരപ്പൻ താമസിച്ചിരുന്ന കാടുണ്ടല്ലോ, ആ കാട്ടിലൂടെ ഒഴുകുന്നൊരു നദിയുണ്ട്. നദി എന്ന് പറഞ്ഞാൽ അന്ന് നല്ല മഴക്കാലം, കൂലം കുത്തി മലയെന്നൊക്കെ ഒലിച്ചുരുന്ന പോലെ കൂലം കുത്തി ഒഴുകുന്ന മലവെള്ളം. ആ കാട്ടിലാണെങ്കിൽ പാമ്പുകൾ, തേളുകൾ, വിഷജന്തുക്കൾ എല്ലാം ഉണ്ട്. അവിടെ ഈ മലവെള്ളത്തിൽ കൂടി ഒഴുകിപ്പോകുന്ന വലിയൊരു മരത്തടി ആദ്യം ആ മലവെള്ളം ഇറങ്ങി പിടിച്ചെടുത്ത് കൊണ്ടുവരുന്നൊരു സീനാണ് മോഹൻലാലിന് വേണ്ടി അന്ന് ചിത്രീകരിച്ചത്. ഞങ്ങൾ കുറേ പേരിങ്ങനെ കരയ്ക്കലുണ്ട്. പക്ഷേ ത്യാഗരാജൻ മാഷാണ് അതിൻ്റെ സ്റ്റണ്ട് മാസ്റ്റർ, ജോഷിയേട്ടനാണ് സംവിധായകൻ. ഒരു കാരണവശാലും മോഹൻലാലിനെ അത്തരം ഒരു സീനിൽ അഭിനയിക്കാൻ പാടില്ല എന്ന തീരുമാനം തന്നെയാണ് ത്യാഗരാജൻ മാഷും ജോഷിയേട്ടൻ എടുത്തത്. കാരണം അത് അപകടമാണ്, അത്യപകടമാണ്. അതുകൊണ്ട് ലാലു വരുന്നതിന് മുമ്പ് തന്നെ ഈ സീൻ എടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് ലാലിന് ഡൂപ്പിനും തയ്യാറാക്കി. ഇത് കേട്ടറിഞ്ഞ ലാല് ലൊക്കേഷനിലേക്ക് വന്നു. ആകെ വയലൻ്റായ പോലെയാണ് സംസാരം. ഞാൻ അഭിനയിക്കേണ്ട റോളിൽ വേറെ ആൾ അഭിനയിച്ചാൽ ശരിയാവുമോ എന്നാണ് ലാൽ ആദ്യം ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഭവിഷ്യത്തുകളുണ്ട്. ത്യാഗരാജൻ മാഷ് പറഞ്ഞു, ലാലേ മോനെ, അത് നീ അഭിനയിച്ചാൽ ശരിയാവില്ല, പിന്നെ എനിക്ക് പകരം ആരഭിനയിക്കും, അതിനാണ് ഡൂപ്പ്. ലാല് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയാളും മനുഷ്യനല്ലേ, അയാൾക്കും ഒരു കുടുംബമില്ലേ, അയാൾക്കൊരു ജീവിതമില്ലേ എന്നാണ് ചോദിച്ചത്. ആ ഡൂപ്പ് ചെയ്തിട്ട് എനിക്ക് പേരുണ്ടാക്കാതെ പറ്റില്ല. മോഹൻലാൽ ചെയ്യേണ്ട റോള് മോഹൻലാൽ തന്നെ ചെയ്തിരിക്കും.
അതാ എനിക്ക് ചെയ്യാൻ ഡൂപ്പിടുകയാണെങ്കിൽ ഞാൻ ഈ ലോകം തിരിച്ചു പോകുമെന്നുള്ള ഭീഷണിയായിരുന്നു ലാൽ. അങ്ങനെ കുറേ സമയം ലാലിനെ ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും ലാൽ സമ്മതിച്ചില്ല. അവസാനം ലാൽ തന്നെ ആ സീൻ ചെയ്യാട്ട് തീരുമാനിച്ചു. അതിന് താൽക്കാലികമായിട്ടുള്ള കെട്ടുപാടുകൾ ഉണ്ടാക്കി, അറിയാത്ത രീതിയിൽ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. ലാൽ വളരെ കൂളായി ഈ മലവെള്ളത്തിലേക്ക് ഇറങ്ങി ഒഴുക്കിങ്ങനെ കൂലം കുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. സിനിമയിൽ നിങ്ങൾക്ക് ആകാംക്ഷയോടെ നിൽക്കുന്ന പോലെയാണ്, എന്തും സംഭവിക്കാം. അങ്ങനെ ആ മരവുമായി പിരിച്ച് കടയിലേക്ക് കയറുമ്പോഴാണ് ഒരു പൊട്ടൽ കേട്ടത്. അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്നും അത്ഭുതമായി ലാൽ അത് രക്ഷപ്പെട്ടു. നല്ല ഇത് ആദ്യമല്ല, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ, ഇങ്ങനെ നിരവധി രംഗങ്ങളിൽ ഡൂപ്പില്ലാതെ അഭിനയിച്ച ലാൽ ഈ 65-ാം വയസ്സിൽ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ചാടുന്ന രംഗം തുടരും കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം, ഈ ബർത്ത്ഡേയുമായിട്ട് കാര്യങ്ങളാണത്. ഒരു നാഗർകോവിൽ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുകയാണ് ലാലിൻ്റെ. അപ്പം അന്ന് ലാലിൻ്റെ പാർട്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇച്ചിരി നേരത്തെ ഷൂട്ടിംഗ് എല്ലാം അവസാനിപ്പിച്ചു. നാഗർകോവിലിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ 2 തലത്തിലും ശരിക്കും ആഘോഷം. അപ്പം അതിൻ്റെ ഒരു ഗൗരവമായ സംഭവം, പിറ്റേ ദിവസം നമ്മൾ വലിയൊരു കല്യാണം നടക്കേണ്ടതാണത്. അപ്പോൾ രാത്രിയോ 9-10 മണിക്കോ ഈ ഹാള് ഒഴിഞ്ഞു കൊടുക്കണം. പക്ഷെ ഇവിടെ പലരും ബോധം കെട്ട് കിടക്കുകയാണ്, അടിച്ച് ഫിറ്റായി ബോധം കെട്ട് കിടക്കുന്നു. വന്നവർ ഹാളിന് വേണ്ടി വന്നവരുണ്ട്, അവിടെ പ്രശ്നമാവുകയാണത്. അവസാനം ചോദ്യം ചെയ്ത് ഒരു അടിപിടിയുടെ വക്കിലെത്തുക. ഇത് കേട്ടറിഞ്ഞ് ലാൽ റൂമിൽ നിന്ന് ഓടി എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അടിപിടി കണ്ടിട്ട് ലാൽ ആദ്യം അടിക്കാൻ ഇറങ്ങുകയാണത്. എൻ്റെ പിള്ളേർ ആരാടാ തല്ലുന്നതെന്ന് ചോദിച്ചിട്ട് ലാൽ കയറി ഇങ്ങോട്ട് മേഞ്ഞു. അതാണ് ഒരു ബർത്ത്ഡേ ആഘോഷം എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെയുള്ള ലാലാണ് ഇപ്പം 65-ാം വയസ്സിലെത്തിയത്. എത്ര വയസ്സായാലും ലാലിന് ഇതൊന്നൊരു പ്രശ്നമല്ല. ലാലിങ്ങനെ ലാലിൻ്റേതായ ലോകത്തിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ അത്ഭുതങ്ങളില്ല, ഞെട്ടലുകളില്ല. സിനിമ പരാജയപ്പെട്ടോ അതും സംഭവിക്കാം. സിനിമ വിജയമാണോ അതും സംഭവിക്കാം. അങ്ങനെയുള്ളൊരു നിസ്സംഗഭാവമുണ്ട് ലാലിന്. അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ നമ്മളെ ബോധ്യപ്പെടുത്താനാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ലാൽ അങ്ങനെ തന്നെയാണ്. അഹങ്കാരം ഉള്ളിലുണ്ടോ എന്ന് നമുക്കറിയില്ല, പുറത്തങ്ങനെ കാണിക്കാറില്ല. പുറത്ത് തികച്ചും ജനകീയനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്ക് പോകാം. കഴിഞ്ഞ വർഷത്തെ ജന്മദിനത്തിന് ഈ വർഷത്തെ പോലുള്ള ഒരു പൊലിമ ഉണ്ടായില്ല എന്നാലോചിക്കണം. കാരണം എന്താ? ലാലിൻ്റെ ചില പടങ്ങൾ വിചാരിച്ച രീതിയിൽ ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്ഥിതി അതല്ല, ഇളങ്ങി മറിയുക. അതായത് തിയേറ്ററുകളെ ഇളക്കി മറിക്കാനുള്ള മാന്ത്രിക ശക്തി ഈ 65-ാം വയസ്സിൽ ലാലിനുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ഏകദേശം ഒരു മാസം ആവാറായിട്ട് അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഈ വെള്ളം അണ പൊട്ടി ഒഴുകുന്നത് പോലെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകർ തീരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം കൂടി ഇത്തവണത്തെ ജന്മദിന ആഘോഷത്തിൽ ഫാൻസുകാർ പങ്കുവയ്ക്കും. അതൊരു ഉത്സവമാക്കി മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബർത്ത്ഡേ ഉത്സവമാക്കിയാലും ഇല്ലെങ്കിലും ലാലിൻ്റെ സിനിമകൾ എന്നും ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാകട്ടെ.